ഹലോ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈ മീൻ മുളക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, ബിഗിനർ ഫ്രണ്ട്ലിയാണ്. ഏത് മീനും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം, ചൂര മീൻ ഒഴിച്ച്. ഇവിടെ കിട്ടിയിരിക്കുന്നത് കൊഴിയാള മീനാണ്. ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഉപ്പും ചേർത്ത് പച്ചവെള്ളത്തിൽ ഞരടി വയ്ക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ബ്ലെൻഡ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി ഞാനൊരു 10-20 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഒരു മസാല പേസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ വെള്ളം ചേർത്ത് ഞാൻ നല്ലൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം അത് നന്നായിട്ട് അരിച്ച് ഇതിനോടൊപ്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇനി കറീനെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ബൈ.